ജീവിതത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് കടക്കുകയാണ് പെരുമ്പളത്തുകാർ. ജീവനും കയ്യിൽ പിടിച്ചോടിയ നെട്ടോട്ടത്തിന് അവസാനമാകുന്നു. കര തൊടുകയാണ് പെരുമ്പളവും. പാലം വരുമ്പോൾ ഞങ്ങൾക്ക് സ്കൂളിൽ പോകാൻ ഈസി ആയിരിക്കും. കാരണം ഇപ്പം രാവിലെ ഒക്കെ ചിലപ്പോൾ ഞങ്ങൾക്ക് സ്പെഷ്യൽ ക്ലാസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. പാലം വരുമ്പോൾ കുറച്ചും കൂടെ കൺവീനിയൻ്റ് ആയിരിക്കും സ്കൂളിൽ പോയി വരാനും. അതേപോലെ മറ്റുള്ള യാത്രകൾക്കൊക്കെ കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആയിരിക്കും. കേരളത്തിലെ ഏറ്റവും വലിയ പാലം പെരുമ്പളത്താന്ന് പറയുമ്പോൾ ഞങ്ങൾ പെരുമ്പളത്തുള്ള ആൾക്കാർക്ക് അതൊരു അഭിമാനമല്ലേ. ക്ലാസ് ബോട്ട് വിട്ടാണ്ട് ഒരു തവണ എന്തോ മുടങ്ങിയിട്ടുണ്ട്. രാവിലെ എണീക്കണ്ട, നേരത്തെ എണീക്കണ്ട. പെരുമ്പളത്തുകാരൻ മുഴുവൻ പേരുടെ സന്തോഷമാണ്. ഞങ്ങൾക്ക് സ്വപ്നം കാണാൻ പറ്റുന്ന പദ്ധതിയാണ് ഇത്. 100 കോടി രൂപ ഗവൺമെൻറ് മുടക്കി ഞങ്ങൾക്ക് നിസ്സാരം 10-14 ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഈ ഗവൺമെൻറ് ചെയ്യുന്നത് വളരെ വലിയ നല്ല കാര്യമാണ്. പാലം വന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് യാത്രയൊക്കെ അടിപൊളിയാവും. ഞങ്ങളുടെ തലമുറയും ഞങ്ങളും സ്വപ്നം കണ്ടതിനേക്കാൾ അപ്പുറത്തേക്കുള്ളൊരു വലിയൊരു മുന്നേറ്റമാണ് ഈ പാലം കൊണ്ട് പെരുമ്പളത്തുകാർക്കുണ്ടാകുന്നത്. കായലിനു കുറുകെയുള്ള കേരളത്തിലെ ഏറ്റവും വലിയ പാലം ആലപ്പുഴ ജില്ലയുടെ ഭാഗം. കോട്ടയം, എറണാകുളം ജില്ലകളോട് തൊട്ടുചേർന്ന് വേമ്പനാട് കായലിന് നടുവിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ദ്വീപായ പെരുമ്പളം സ്ഥിതി ചെയ്യുന്നത്. പെരുമ്പളം ദ്വീപിൽ നിന്ന് അരൂക്കുറ്റിയിലെ വടുതലയുമായിട്ടാണ് പുതിയ പാലം ബന്ധിപ്പിക്കുന്നത്. 1100 മീറ്ററാണ് ഈ പാലത്തിന്റെ നീളം. അപ്രോച്ച് റോഡിന് 300 മീറ്റർ നീളം. ഈ വർഷം അവസാനത്തോടെ പാലം പണി പൂർത്തിയാകുമ്പോൾ 13,000-ഓളം വരുന്ന പെരുമ്പളം ദ്വീപ് ജനതയുടെ സ്വപ്ന സാഫല്യമാകുമത്. പിന്നെ ആദ്യമായിട്ട് പെരുമ്പളത്തേക്ക് ഒരു കാറ് വന്നത് ഞങ്ങളുടെ ഈ ജങ്കാർ ഉദ്ഘാടനത്തിന്. ആദ്യത്തെ ജങ്കാർ കൊണ്ടുവന്ന AK ആൻ്റണി ഇരുന്നപ്പോഴാണ്. പുള്ളി ഉദ്ഘാടനം എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ നമ്പർ 1 കാറ്, 1ാം നമ്പർ കാറ് ആദ്യമായിട്ട് ജങ്കാറിൽ ഇറക്കിയത് പുള്ളിയാണ്. ഇടയ്ക്ക് കായലിൻ്റെ പകുതി ഭാഗത്ത് ചെല്ലുമ്പോൾ ചിലപ്പോൾ ഒരു യാത്രക്കാരൻ ഈ കടവിൽ വരും. ഒരു അയാളെ എടുക്കാനായിട്ട് തിരിച്ചിങ്ങോട്ട് വരും. അപ്പോൾ സമയം ദൂരം പോകണമെന്നുള്ളൂ. 3/4 മണിക്കൂർ കൊണ്ടാണ് ഈ വെള്ളം തുഴഞ്ഞൊക്കെ അവിടെ ചെല്ലുന്നത്. അന്നുള്ള ആശുപത്രിയിൽ പോകുന്ന പറഞ്ഞത് അങ്ങനെയുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതുപോലെ ഈ സ്ത്രീകളുടെ പ്രസവ സംബന്ധമായിട്ട് കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ 2 ആഴ്ച മുമ്പേ തന്നെ ഇവിടെ നിന്ന് സ്ഥലം വിടും. ആ ഗർഭിണികൾക്ക് ബുദ്ധിമുട്ടുണ്ടായി ഇവിടെ കൊച്ചുവെള്ളത്തിൽ പോയി നടുക്കടലിൽ ചെന്നിട്ട് പ്രസവിച്ചിട്ടുണ്ട് അവിടെ കിടന്നു ഈ കായലിൽ. പിന്നെ കൊണ്ടുപോയവരെല്ലാം കൂടി തിരിച്ച് ആ വള്ളക്കാർ ഇവിടെ കൊണ്ടുവന്നത് ഈ കിഴക്കേ പറമ്പിൽ കുഴിച്ചു മൂടിയെന്ന്. അങ്ങനെയുള്ളതൊക്കെ എൻ്റെ ഓർമ്മയിലൊക്കെ ഒരുപാടുണ്ട്. അന്ന് ഞങ്ങൾക്ക് അന്നൊന്നും യാത്ര ചെയ്യാനുള്ള സൗകര്യങ്ങൾ. ഇപ്പം ഞാൻ ഇവിടെ നിന്ന് ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന പലപ്പോഴും എനിക്ക് ഡ്യൂട്ടിക്ക് പോകാൻ പറ്റിയിട്ടില്ല. കാരണം ഇവിടെ നിന്ന് 6:30 രാവിലെ ബോട്ട്, 6:25 ജങ്കാറ് ചെന്ന് കഴിയുമ്പോൾ ഇതെല്ലാം കേടാം. പിന്നെ എന്ത് ചെയ്യും? ആ സമയത്ത് ഇതുള്ളത് കൊണ്ട് ചെറിയ വള്ളക്കാരുണ്ട്, അവരാരുമില്ല, അവരൊക്കെ വീട്ടിലേക്ക് പോകും. പിന്നെ ആൾക്കാർ വിളിച്ച് പോയി എല്ലാവരും ചെന്ന് പറഞ്ഞ് അവർ അത് ക്ലിയർ ചെയ്ത് വരുമ്പോൾ 1 മണിക്കൂർ പോകും. അപ്പോൾ ജോലി സ്ഥലത്ത് ചെന്ന് നമുക്ക് കറക്റ്റ് സമയത്ത് ഡ്യൂട്ടിക്ക് കയറാൻ പറ്റാതെ വന്നപ്പോൾ ഡ്യൂട്ടി ആയിട്ട് അങ്ങനെ പോകും. 4 ദിവസം ഇപ്പോൾ ഈ ജങ്കാർ ഇവിടെ മുറയും കിടക്കണം. 4 ദിവസം. ഈ 4 ദിവസം ഇവിടെ പച്ചക്കറിയില്ല, പലവ്യഞ്ജനമില്ല, മാവേലി സ്റ്റോറിലില്ല. ഈ മെഡിസിനൊക്കെ വന്ന എല്ലാം ഇതിലാണ്. അതിൽ ജങ്കാറുണ്ടായി. അവർ 2 ദിവസം മുമ്പേ നിർത്തി അവർ പോയി. കഴിഞ്ഞ് ഈ ഒരു ജങ്കാറ്, ആ ജങ്കാർ ഇവിടെ കായിട്ട് ഇന്നലെ വൈകുന്നേരം നന്നാക്കിയിട്ട് ഇന്ന് രാവിലെ വീണ്ടും തുടങ്ങി. അപ്പോൾ ഇന്നാണ് ഈ പച്ച സാധനങ്ങളൊക്കെ വന്നു തുടങ്ങിയുള്ളത്. ആ പലചരക്കടയിലൊക്കെ കാലിയായിട്ടിരിക്കുക. 2019 ദ്വീപ് ജനതയുടെ സ്വപ്നമായിരുന്ന പെരുമ്പളം പാലം നിർമ്മാണത്തിന് അനുമതിയായത്. നിർമ്മാണ കരാറിലെ പ്രശ്നങ്ങൾ മൂലം 2 വർഷത്തോളം പണി തടസ്സപ്പെട്ടു. ഒടുവിൽ ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി പണി ഏറ്റെടുക്കുകയായിരുന്നു. 100 കോടി രൂപയാണ് നിർമ്മാണ ചെലവ്. ജോലിയും ജീവിതവുമെല്ലാം ബോട്ടിനെയും ജങ്കാറിനെയും ആശ്രയിച്ചപ്പോൾ ഭയവും ആശങ്കയും മാത്രമായിരുന്നു എന്നും ദ്വീപ് ജനതയുടെ ഉള്ളിൽ. വളരെ അസുഖം വന്ന ഒരു പാടുകേട് വന്ന എല്ലാത്തിനും ബുദ്ധിമുട്ടാണ് അന്നേരം. ഇപ്പോൾ ആംബുലൻസ് ഉള്ളതുകൊണ്ട് അന്നേരം വരുമ്പോൾ തന്നെ എൻ്റെ ചേട്ടനെ തന്നെ പാടില്ലാണ്ട് കൊണ്ടുവന്നപ്പോൾ ആശുപത്രി വന്നപ്പോഴത്തേക്കും പെട്ടെന്ന് നെഞ്ചുവേദനയായിട്ട് പണി കഴിഞ്ഞ് വന്നതാണ്. ആശുപത്രി വന്നപ്പോഴത്തേക്കും കൂടുതലായി ആംബുലൻസ് പോയിട്ട് വന്നു. തിരിച്ചും മറിച്ചും ഒരിട്ട് നോക്കി. അപ്പോൾ അവിടെ വെച്ച് തന്നെ ആൾ പോയി. പ്രസവം വന്നപ്പോഴത്തേക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. 2നും അതെ 8ാം മാസത്തിലായിരുന്നു. അപ്പോൾ ഇവിടെ ബോട്ടില്ലായിരുന്നു. പിന്നെ വാത്തിയാട്ടി വന്ന് ബോട്ട് നോക്കിയപ്പോൾ അന്നേരം ബോട്ട് അവിടെ ഒരെണ്ണയില്ലായിരുന്നു. പിന്നെ ബോട്ട് വിളിച്ചു വരുത്തി പോയി. അക്കരെ ചെന്നപ്പോൾ കാറ് കിട്ടാൻ ബുദ്ധിമുട്ട്. ഒരു കണക്കിൽ ചത്തെന്നും പറഞ്ഞാണ് തൃപ്പൂണിത്തുറ ചെന്നത്. പിന്നെ അവിടുന്ന് എന്തോ വന്ന് അവരവിടുന്ന് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞ് കളമശ്ശേരിക്ക് ആംബുലൻസ് വിളിച്ചാണ് പിന്നെ അവിടെ എത്തിയത്. അങ്ങനെ എത്തിയാണ്. കിട്ടുമെന്ന് ഓർത്തതല്ല. പിന്നെ എങ്ങനെയോ ദൈവത്തിൻ്റെ അതുകൊണ്ട് രക്ഷപ്പെട്ടു.
അന്നൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര പേടിയായിരുന്നു. എന്ന് വെച്ചാൽ 2 കൊല്ലത്തിന് മുമ്പ് ഞങ്ങളിങ്ങനെ വെള്ളം മുങ്ങില്ലാത്ത രീതിയിൽ അരികിലോട്ട് അടുത്തത് ഞങ്ങൾ അത്രയ്ക്ക് എന്തായിപ്പോയി, പേടിച്ചു പോയെന്നുള്ളൊരു സാഹചര്യം. അതുകൊണ്ടാണ് ഇവിടെ കൂടുതൽ ഇങ്ങനെ ഒരു കമ്പനി ഈ തെക്കുവശത്ത് വന്നത്. അപ്പോൾ അവിടെ വന്ന് ഞങ്ങൾ അവിടെ പോയി പണിയെടുക്കുന്നൊക്കെ ഉണ്ട്. എന്നാലും ആ ഒരു കമ്പനി പോരില്ല, പല കമ്പനികളുണ്ടെങ്കിൽ ഈ നാട്ടിലുള്ള ജനങ്ങൾക്ക് ഒരുപാട് സഹായങ്ങളാകും, ഗുണകരങ്ങളും ഉണ്ടാവും, ജോലി സാധ്യതയുണ്ട്. പിന്നെ പാലം ഞങ്ങൾക്ക് വന്നതിൽ വളരെ സന്തോഷമുണ്ടെന്ന് വെച്ചാൽ ഒരു യാത്രാ സൗകര്യം. ഇപ്പോൾ ഒരു അസുഖം വന്നാലും നമുക്ക് ഓടി കൊണ്ടുപോകാമെന്നുള്ള ഒരു സന്തോഷം. അല്ലെങ്കിൽ ഈ ആശുപത്രി ചെന്ന് കഴിയുമ്പോൾ പിന്നെ അവർ വണ്ടി വിളിച്ച് അവിടെ ചെന്ന് കഴിയുമ്പോൾ ആൾ ചിലപ്പോൾ അപകടത്തിലായെന്ന് വരും. ഈ ഒരാളുടെ മാത്രമല്ല, പല പല സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. അച്ഛനെയും കൊണ്ടുപോയത് അങ്ങനെ തന്നെ. ഞങ്ങൾ ഇവിടുന്ന് എടുത്തോണ്ടെന്ന് പറഞ്ഞോണ്ട് ഒരു 5-10 പേര് എടുത്തോണ്ട്, ആ സമയത്ത് ഇവിടെ ഒന്നും ആരും ഉണ്ടാകണമെന്നില്ല മാഡം. എന്ന് വെച്ചാൽ അപ്പുറത്തെ പിള്ളേരുണ്ടായതുകൊണ്ട് അന്നൊരു വെള്ളിയാഴ്ച ഏതാണ്ടായിരുന്നു, അവർ പണിയില്ലാഞ്ഞുകൊണ്ട് ഉണ്ടായതാണ്, അല്ലെങ്കിൽ ആരും ഉണ്ടാവില്ല. ഞങ്ങളുടെ കെട്ടിയന്മാർക്കൊക്കെ ആണെങ്കിലും ഇവിടെയൊക്കെ ഒരു പണിയുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് ഓടി വരാനോ എടുക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കാലങ്ങളായിരുന്നു ഇപ്പം. അപ്പം ഇതിങ്ങനെ വന്നതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ ആശ്വാസമാണെന്നുള്ളത് എന്തെടുക്കാം. കച്ചവടക്കാരെന്നുള്ള നിലക്ക് ഏറ്റവും പ്രയോജനമാണ്. ഇപ്പോൾ കൂടുതലും ഇപ്പോൾ ജങ്കാറില്ലാത്ത സമയത്ത് നമുക്ക് അക്കരക്ക് പോയി ഈ സാധനങ്ങൾ കൊണ്ടുവരാൻ പറ്റാറില്ല, ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരും. ഇതിപ്പോൾ ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും 2 വീലറിനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വാഹനങ്ങളിൽ വേഗം കടയിൽ സ്പോട്ടിൽ തന്നെ എത്തിക്കാനുള്ളൊരു സംവിധാനം വരുന്നത് അത് ഞങ്ങളെ സംബന്ധിച്ച് വളരെ പ്രയോജനമാണ്. അതുപോലെ തന്നെ ബിൽഡിംഗ് മെറ്റീരിയലൊക്കെ കൊണ്ടുവരാനായിട്ട് വളരെ സൗകര്യമാണ്. ഇപ്പോൾ ജങ്കാറിൻ്റെ കൂലി വളരെ കൂടുതലായതുകൊണ്ട് വളരെ ബുദ്ധിമുട്ട് അതിനെപ്പറ്റി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം എല്ലാ തരത്തിലും എല്ലാ മേഖലയിലും ഒരു നല്ല ഒരു മാറ്റം പ്രതീക്ഷിക്കാം ഈ പാലം കൊണ്ട്. പുറമേ നിന്ന് കണ്ടതും കേട്ടറിഞ്ഞതും മാത്രമല്ല ഇവരുടെ ജീവിതം. നഷ്ടപ്പെട്ട സ്കൂളിലെ ക്ലാസുകളും ജോലിയും ജീവനും വരെയുണ്ട് ആ കണക്ക് പുസ്തകത്തിൽ. വർഷങ്ങളുടെ കാത്തിരിപ്പിനു ശേഷം പെരുമ്പളം കരതൊടുമ്പോൾ കണ്ണീരൊപ്പു കലർന്ന സന്തോഷമാണ് ഇവിടുത്തുകാർക്ക്. ഇനി ഇത്തരം പരാതികളും പരിഭവങ്ങളുമെല്ലാം പെരുമ്പളത്തുകാരുടെ ഓർമ്മ മാത്രമാകും. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ഇഷ്ടസമയത്ത് യാത്ര ചെയ്യാൻ, ഇഷ്ടജോലി ചെയ്യാൻ, ഇഷ്ടത്തോടെ ജീവിക്കാൻ സ്വപ്നം കാണുകയാണ് ഒരു ജനത.